തന്നെ മതമോ രാഷ്ട്രീയം ഒന്നുമില്ലാതെ ജാതിയൊന്നും നോക്കാതെ രീതിയിൽ തന്നെയാണ് ഞാൻ നാട്ടുമധ്യസ്ഥം 18 വയസ്സിലേ തുടങ്ങിയാണ്. കുടുംബ മധ്യസ്ഥം കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടി പറ്റി. ആ രീതിയിൽ ഇടപെടുന്ന ഒരുത്തനാണ് ഞാൻ. അങ്ങനെയില്ല എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകളെ ഇവനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വർത്തമാനം പറയിപ്പിക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന മാനസിക വിഷമം എനിക്ക് വളരെ ഉണ്ട്. ഇത് വെച്ചാൽ സഹിക്കാൻ കഴിയാത്ത രീതിയിലാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുന്നത്. കാരണം സ്വന്തം മകള് ഇങ്ങനെ പറയിപ്പിക്കാൻ മറ്റൊരു ഒരു വൈദ്യൻ എന്ന് പറഞ്ഞാൽ അവന് കഴിഞ്ഞുവല്ലോ എന്നില്ല ആ ഒരു വിഷം എന്നെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമായിട്ടുണ്ട്. പിന്നെ മരുവള ഭർത്താവ് എന്ന് പറഞ്ഞ കൃഷ്ണപ്രസാദ് തൃക്കരിപ്പൂര്, അയാളാണ് പറഞ്ഞിങ്ങനെ നരമ്പിൻ്റെ ഒരാളുണ്ട്. അങ്ങനെയാണ് ഈ കക്ഷീനെ നമുക്ക് പേര് പറഞ്ഞ് റാഷീദ് കക്ഷി പരിചയപ്പെടുത്തുന്നതും ഈ രോഗീനെ ആടുന്നേക്കിനെ നോക്കാനും വന്നു. ആ നോക്കാൻ വന്നതിൻ്റെ ഉടൻ തന്നെ ഇതെല്ലാം നോക്കി ഇങ്ങനെ കൈയും കാലെല്ലാം വലിച്ചു നോക്കി പറഞ്ഞ് എനിക്ക് 3 മാസത്തിൻ്റെ അവധി തരികയാണെങ്കിൽ ഞാൻ പൂർണ്ണമായും നടത്തി തരും. അപ്പോൾ ചാർജും പറഞ്ഞിരുന്നു. ഒരു ഫുൾ ഡേ 4000 റുപ്യയും ഉച്ചയ്ക്ക് ശേഷം 2000 റുപ്യയും, ആഴ്ചയിൽ ഒരു ചികിത്സ, അത് രാത്രിയിലെ ചികിത്സയാണ്, അതിന് 10,000 റുപ്യയാണ് പറഞ്ഞത്. ഇത് എനിക്ക് ശരിയാക്കാൻ കഴിഞ്ഞില്ല, ഈ കാശെല്ലാം ഞാൻ തിരിച്ചു തരും എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾക്ക് വേറെ വിശ്വസിക്കേണ്ട പ്രശ്നം വരുന്നില്ല. വീട്ടിൽ 1,00,000 റുപ്യോളം സാധനം പെൻസ് ഇയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുത്തിട്ട് അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീടാണ് തൃക്കരിപ്പൂർ എൻ്റെ ചികിത്സാ കേന്ദ്രമുണ്ട്, അവിടുന്ന് കുറച്ച് ചികിത്സ ശരിയാവും എന്ന് പറഞ്ഞ് അവിടുന്ന് ചികിത്സ നടത്തുകയും ചെയ്തു. അവിടുന്ന് നടത്തിയിട്ട് ഞാൻ ആഴ്ചക്ക് പോകുന്നുണ്ട്, ഞാനും ഭാര്യ. അവിടുന്നും വലിയൊരു മെച്ചമില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ടാകുമ്പോൾ ഇവിടെ മനസ്സിൽ നിന്ന് ഞങ്ങളെ രണ്ടാളെ അച്ഛനും അമ്മയോടുള്ളൊരു ബഹുമാനമോ കാര്യമോ ബഹുമാനം ഇതെന്നുള്ള അർത്ഥം ഒരു തീരെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് എൻ്റെ മകൾ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചർച്ച ചെയ്ത് എന്നിട്ടിപ്പോൾ മോക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പിന്നീട് ഇവള് നമ്മളടുത്ത് പറഞ്ഞ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിച്ചു തരണം, എന്നാൽ മാത്രം നടത്തിച്ചു തരാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ എന്നെ ചികിത്സ അങ്ങനെ മാത്രമേ എന്നെ നടത്താൻ പറ്റും എന്ന അർത്ഥത്തിൽ ഞങ്ങളോട് പറയുകയും നമ്മളത് വല്ലാണ്ടുള്ളൊരു ഷോക്കോട് കൂടിയിട്ടാണ് ആ ഒരു വാചകം മകളടുത്ത് നിന്ന് കേട്ടത്. അപ്പോൾ നമ്മളാകെ ഏതായാലും ചികിത്സ വേണ്ട, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ദിവസം അവിടുന്ന് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വേറൊന്നുമില്ല, നമ്മൾ 2 ആൾ വേണം കൊണ്ടുപോകാൻ. അങ്ങനെ കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടായിട്ടാകുമ്പോൾ ഇവളെ ആകെ സ്വഭാവം റാഷീദ് കല്യാണം കഴിച്ചാൽ മാത്രമേ ഇല്ല, റാഷീദ് മരുന്ന് എടുത്താൽ മാത്രമേ ഞാൻ എടുക്കും, വേറെ ഒരു മരുന്നും എടുക്കില്ല എന്ന രീതിയിൽ വാശി പിടിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും കൂടി ഒരു വിഷമമുണ്ട്. അവൾ മെൻസസ് ആയിട്ടുണ്ട്, ഇപ്പോൾ മെൻസസ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിന് മരുന്ന് ഡോക്ടറെ കൊണ്ടുവന്നാൽ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ആ ഒരു വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവൻ എന്നെ 2-3 പ്രാവശ്യം ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് മൊബൈൽ മറ്റേ ചെറിയ ഫോണാണുള്ളത്, അത് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ എന്നെ വളരെ തെറിയാണ് സംസാരിക്കുന്നത്. തെറി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാതെ തെറിയില്ല എന്നെ സംസാരിച്ചു. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതിന് ശേഷം ഞാനൊരു മൊബൈൽ ഫോൺ ടൈപ്പ് ചെയ്യുന്ന സൈസ്, അതിൻ്റെ ശേഷം 1-2 പ്രാവശ്യം മാത്രമേ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ രീതിയിൽ തെറി വർത്താനാണ് എന്നോട്, നിങ്ങളെ മോളെ ഞാൻ പൊക്കും, എന്തായാലും എടുക്കും. അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറിൻ്റെ പൈസയാണ് അയാൾക്ക് ഒന്നാമത്തെ ലക്ഷ്യം. ആ ഇൻഷുർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാളെ ഭാഗത്തുനിന്നുള്ളത്. അപ്പോൾ അയാളെ ഭാര്യ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടുണ്ട്, നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളെ മകളെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ജീവിതം പോയിപ്പോയി, എൻ്റെ 2 കുട്ടികളും വളരെ ബുദ്ധിമുട്ട്, വലിയ സാമ്പത്തികമായിട്ടില്ലാതെ ഫാമിലിയാണ്. പിന്നെ ഇവന് മയക്കുമരുന്നിൻ്റെ കച്ചവടം കൊണ്ടുവന്നില്ല. എൻ്റെ മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ആൾക്കാർ റോഡിൻ്റെ കരയിൽ തന്നെയാണ് വീട്, അത് നമ്മളെ ചന്ദ്രിക ലേഖനറിയാം അടുത്ത്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, ഇവൻ ഒരു ചുരുട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ര വലിയ നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്. ആ ബിസിനസ്സും കൂടി ഇവനുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഇതെല്ലാം ആരല്ലോ ഇതിൻ്റെ പിന്നിൽ ഈ മീഡിയക്കാരൻ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോൾ ആദ്യം പ്രക്ഷേപണം ചെയ്ത BMC ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്നതിൽ സംശയിക്കുന്നു ഞാൻ. കാരണം ഇങ്ങനെയല്ലോ അയാൾ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലെങ്കിൽ അച്ഛനും അമ്മയില്ല എന്നുള്ള ഒരു അഭിപ്രായം ചോദിച്ചു. എന്താണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു, പല സ്ഥലത്തു നിന്നും വിളിച്ചു. ഞാൻ ഇല്ല കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു, എന്തെന്ന കാര്യമാണ് എൻ്റെ സ്ഥിതി, ഇന്ന രീതിയിലാണ് ചികിത്സ ക്രമം ചെയ്തത്, എല്ലാം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു കുടുംബത്തിന് എന്തു തന്നെ ആയാലും നിങ്ങൾ ആരായാലും നാളെ ഏത് കുടുംബത്തിൻ്റെ വരുന്നുണ്ട് ഇങ്ങനെ ഒന്ന് അന്വേഷിക്കാണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പാടില്ല എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ CPM-ൻ്റെ 74 മെമ്പർഷിപ്പ് എടുത്തവനാണ്.
ഇപ്പോഴും പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. 43 കൊല്ലം ഞാൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു, ഏരിയ കമ്മിറ്റി മെമ്പറല്ല. അത് അവർക്ക് അറിയാതെ പറഞ്ഞു പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. പള്ളി കമ്മിറ്റിക്ക് ഒരു കത്തും കൂടി കൊടുത്തു. ആ കത്തിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. അതിൽ ഏകദേശം വാചകങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അവരും പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ അവനൊരു വിശ്വസിക്കാൻ കൊള്ളാത്ത കക്ഷിയാണ്, എങ്കിലും നിങ്ങൾ ഒരു അച്ഛൻ്റെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പള്ളിയിലത്തെ പ്രസിഡൻറ്റ് സെക്രട്ടറികളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. ഞാൻ പിന്നെ ഒരു മതത്തിൻ്റെ പേരിൽ പ്രാധാന്യം കാണുന്നതല്ല. ഇവനും ഭാര്യയും മക്കളും ഈ കക്ഷിക്ക് ഇല്ലെങ്കിൽ എൻ്റെ മകൾ വീടുകട ആയതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. അതിൽ ഒരു തർക്കവുമില്ല. കാരണം നല്ല രീതിയിൽ പിന്നെ പോറ്റാൻ കഴിയുന്നതിലൊരു ഉറപ്പ് നമുക്ക് കിട്ടുകയായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇയാൾക്ക് എന്നെ നടത്തിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് നിലവിൽ എൻ്റെ മകൾക്ക് ഉണ്ടായത്. പിന്നെ അതുമാത്രമല്ല, ഇവന് ഏകദേശം ഒരു 4.25 ലക്ഷത്തോളം രൂപ കാശായിട്ട് മേടിക്കുകയും ചെയ്തിന്. അപ്പോൾ എനിക്കൊരു പൈസ പെട്ടെന്ന് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മകൾ തൃക്കരിപ്പൂരിൽ 50,000 രൂപ ചോദിച്ച് ഫോൺ വന്നു. അപ്പോൾ എനിക്കൊരു ദിവസം എത്താൻ കഴിഞ്ഞില്ല, അന്ന് കാശ് ഉണ്ടായിരുന്നില്ല. പിന്നെ മകളാണ് പറഞ്ഞ കാശ് ചികിത്സ കാശ് കൊടുക്കണ്ടേ, അങ്ങനത്തെ ഒരു പറയാതെ മകളാണ് പെട്ടെന്ന് എന്നോട് പറയുന്നു. ഞാൻ എന്തിനായാലും ഉടനെ 50,000 രൂപ ക്യാഷ് തന്നെയാണ് കൊടുത്തത്. അത് ഇൻഷുറൻസ് തുക ഇവൻ കല്യാണം കഴിച്ചാൽ മാത്രമേ അല്ലേ അവകാശപ്പെടാൻ പറ്റും. അപ്പോൾ അതിനാണ് ഈ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നതെന്നുള്ള രീതിയിൽ, അതുകൊണ്ടാണ് ഇവൻ കല്യാണം കഴിക്കാൻ വേണ്ടി പറയുന്നത്. ഈ ഇൻഷൂർ തുക 73% എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ നല്ലൊരു ഇത് വരും. അപ്പോൾ നല്ലൊരു തുക കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ ഇതിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് എങ്ങനെയായാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അടിക്കണം എന്നുള്ള രീതിയിലെ അടിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.